ആ സമയത്താണ് അയാൾ അഗസ്തികൂടം പൊക്കിക്കൊണ്ട് വന്നത്. അഗസ്തികൂടല്ല, അസ്ഥികൂടം. എന്ത് കൂടാങ്കിലും ആവട്ടെ, എന്തായാലും ചെയ്തത് ശരിയായില്ല. എന്താ അസ്ഥികൂടം പൊക്കിക്കൊണ്ട് വന്നതാ? അതല്ല, ഇനി അസ്ഥികൂടത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന് എന്റെ പേര്. എന്തിനാ മറുപടി പറയണത്? അസ്ഥികൂടം ഒന്നും ചോദിച്ചില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും മണവാളൻ ഒരുപാട് കാശ് ഒന്ന് സഹായിച്ചതാ. അയാളെ കൊണ്ടേ കുഴപ്പത്തിൽ ചാടിക്കരുതായിരുന്നു. അയ്യോ, അയാളല്ല ചാടിയത്, കൂടെ ഉണ്ടായ പോലീസുകാരനാ. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ മാമുണ്ണുകയായിരുന്നോ? ഇതെവിടെയായിരുന്നു സാർ ഇത്ര നേരം? നീ തപ്പാൻ സ്ഥലം ബാക്കിയൊന്നുമില്ല. നീ പോലീസ് സ്റ്റേഷൻ തപ്പിയാ? ഇല്ലല്ല, ഞങ്ങൾ അവിടെയായിരുന്നു. നീ എങ്ങനെ അറിയാനാണ്? ഫയർഫോഴ്സുകാർ വന്ന് കാശ് ചോദിച്ചപ്പോ നീ വിദഗ്ധമായിട്ട് മുങ്ങിയില്ലേ? നാട്ടുകാര് ഫയർഫോഴ്സിനെ പറ്റിച്ച കുറ്റത്തിന് പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഒടുവിൽ അമിതാഭ് ബച്ചൻ ഉണ്ടല്ലോ, ജിജേന്ദ്രന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പേര അടച്ചിട്ടാ പോലീസുകാരെ ഞങ്ങൾ വെറുതെ വിട്ടത്. ഇയാളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തേ. എന്നെ ക്ലോസ് ചെയ്യാൻ കാശിന്റെ കാര്യം ഒന്നേ. എത്രയാ? 23,330 രൂപ 35 പൈസ ഡിസ്കൗണ്ട്. കാശൊക്കെ കറക്റ്റാ. കണക്കിന്റെ കാര്യത്തിൽ ഈ ഷാരൂഖ് ഖാൻ ഉണ്ടല്ലോ. അയ്യോ, ഷാറൂഖ് ഖാൻ അല്ല, എനിക്കറിയാന്നേ, ദേവാനന്ദ്. മണവാളൻ സാറേ, ഇപ്പൊ മറിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടാവില്ല. കാശൊക്കെ കടയിലിട്ടിരിക്കുക. എങ്കിൽ കടയിലേക്ക് പോവാ. ലോഡായി കിടക്കുക, ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ. ആര് ലോഡായ കാര്യമാണോ നീ പറയണേ? എന്നെ തള്ളേ, ഞാൻ പടക്കത്തിന്റെ കാര്യോട് പറഞ്ഞത്. 3-4 ദിവസം കൂടി കഴിഞ്ഞ ദീപാവലി അല്ലേ? പടക്കം കയറ്റി അയച്ചാൽ കാശ് വരും. അത് വരുമെന്ന് ക്ഷമിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാ, പക്ഷെ വെയിറ്റിംഗ് ചാർജ് തരണം. എന്ത് വേണേലും തരാം. കാശ് കിട്ടുന്നത് വരെ ഇവിടെ കൂടാല്ലേ? മിസ്റ്റർ ധരം, തല എവിടെയാണ്? തല ഇവിടെ. അതല്ല, തല വെക്കുന്നത് അവിടെയാണോ ഇവിടെയാണോ? ഇവിടെ. ആയിക്കോട്ടെ. ഭഗവാൻ. മിസ്റ്റർ ധരം, വൈകിട്ട് എന്താ കഴിച്ചത്? പരിപ്പും ഉരുളക്കിഴങ്ങും. റിസ്ക് എടുക്കണ്ട. മാനോ മര്യാദയുള്ള ഒരു തെണ്ടിയില്ലടാ ഇവിടെ. അതെ, എന്റെ മോനും നിങ്ങളുടെ പെങ്ങളുമായുള്ള കല്യാണം ഇനി നടക്കില്ല. നടക്കില്ലേ? എന്താ പ്രശ്നം? ഒരു സ്ത്രീ ലംബടന്റെ പെങ്ങളെ എന്റെ മോന് വേണ്ട. പോക്കൃത്തരം പറഞ്ഞാലുണ്ടല്ലോ. പോക്കൃത്തരം കാണിച്ച് ഇവനാ നിങ്ങളുടെ പുന്നാര അനിയൻ. എന്റെ മുതലാളി സേട്ടുവിന്റെ ഒരേ ഒരു മകളെ പട്ടാ പകല് നട റോഡിൽ വെച്ച് ചാടി വീണ് കേറി പിടിച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ചു. എന്താടേ കേൾക്കുന്നത്? അതാ കാറ് വന്ന് ബൈക്കിലിടിച്ച പ്രശ്നമായിട്ടാ. പിടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ആണാണെന്ന് കരുതിയാ പിടിച്ചത്. അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. അമ്പടാ ഭയങ്കര. ഇവനെ പോലെ ഒരുത്തുള്ള വീട്ടിൽ എന്ത് വിശ്വസിച്ചാ എന്റെ മോനെ പറഞ്ഞയക്കുന്നത്? ഒരു ദുർബല നിമിഷത്തിൽ അവനെ എന്റെ മോനെ കയറി പിടിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഈ കല്യാണം നടക്കില്ല. സംസ്കാരമില്ലാത്തവൻ. ഹലോ, താൻ എന്ത് പണിയാ കാണിച്ചേ? ഞാൻ എത്ര നേരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കാത്തു നിന്നറിയോ? എനിക്കിന്നൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒന്നും പറയണ്ട. ഒരു അഹങ്കാരി പെണ്ണിന്റെ കാർ വന്ന് എന്റെ ബൈക്കിലിടിച്ചു. ഞാനും കൂടെ ഉണ്ടായിരുന്നാൽ വെള്ളത്തിൽ. എന്നിട്ട് എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവളെ ട്രേസ് ചെയ്ത് പിടിച്ച് വായി തോന്നി ചീത്ത പറയുകയും ചെയ്തു. ഇപ്പൊ ആകെ പുലിവാലായി. അതെന്താ? അവളുടെ തന്ത ഏതോ ഒരു കോടീശ്വരൻ സേട്ടുവാ. അയാളുടെ മാനേജറുടെ മകനും എന്റെ പെങ്ങളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. കല്യാണം മുടക്കാൻ പഴുതു നോക്കി നടന്ന അയാൾക്ക് ഇതൊരു കാരണമായി. ഇത് സംസാരിച്ച് തീർക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ. ഇയാള് നേരെ ചെന്ന് ആ പെൺകുട്ടിയോട് മാപ്പ് പറയാ. മാപ്പ് പറയാതെ ഈ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നണില്ല. പറയല്ലേ? ഇതാ മുട്ടുപോലത്തെ വീടാണല്ലടാ. ഇതാണ് ഞങ്ങളുടെ വീട്. ഇത്രയും വലിയ വീടാണെങ്കിൽ ഒരു കാർ വിളിച്ചു പോന്നാ മതിയായിരുന്നില്ലേ? നീ ഡ്രോളിംഗ് ബെല്ലടിച്ച്. കഷ്ടം. ഇത് ഗംഗയുടെ വീടാണോ അതോ ആകാശ ഗംഗയുടെ വീടാണോ? മുന്നോട്ട് വന്നോളൂ. അരി പേടിച്ചു പോയി. താങ്ക് യു. ടേക്ക് യുവർ സീറ്റ്. അയ്യോ, ചായ ഒന്നും വേണ്ട. ഇരിക്കാനാ പറഞ്ഞത്. ഇരിക്കണം. വേണ്ട, ഞങ്ങൾ നിന്നോളാം. വന്ന കാര്യം മാപ്പ് പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ പറ കേക്കട്ടെ. മാപ്പ്. ഇതെന്ത് മാപ്പ്? ഒരു സെന്റൻസ് എങ്കിലും വേണ്ടേ? നല്ല സൈലൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കടാ.
ഞാൻ ഇന്നലെ കുട്ടിയോട് അപമര്യാദയെ പെരുമാറിപ്പോയി, മാപ്പ്. ഓക്കെ. ഇത് ഓക്കെയാണോ? ഒരു അഹങ്കാരത്തിന്റെ ധ്വനിയുണ്ട്. എനിക്കും തോന്നിയത്. ഉം. നീ ഇങ്ങോട്ട് മാറേ. ഞാൻ ഇന്നലെ നടുറോട്ടിൽ വെച്ച് കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി. മാപ്പ് മാപ്പ് മാപ്പ്. ദയവ് ഇത് കളിയാക്കരുത്. ഐ എം സോറി. സോറി ഫോർ എവറിത്തിങ്. ഇനി ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഇവിടത്തെ മാനേജർ പരമാനന്ദ സാറിനോട് പറയണം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയെന്ന്. താങ്ക് യു. ശരി, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എന്റെ ഡാഡി എങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, രണ്ടെണ്ണത്തിന് സെൻട്രൽ ജയിലിൽ അടച്ചാൻ. കുട്ടിയുടെ ഡാഡി ജഡ്ജിയാ. പോവാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്റെ തൊലി ഒഴിഞ്ഞു പോയില്ലേ? അതെ, ഡ്രോളിംഗ് ബെല്ല് അടിക്കണം. മൊബൈലാ. ഹലോ. ആ ഞാനാ. എന്താ, ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞോ? മാപ്പോ? ഞാനോ? എന്റെ പട്ടി പറയും. കുട്ടി എന്തായി പറയണേ? നമുക്കില്ലൊരു അന്തസ്സൊക്കെ. വെറും ഒരു ചീള് കേസിനോട് മാപ്പ് പറയാന്നൊക്കെ പറഞ്ഞു. ഷോ, പെൺകുട്ടി കണ്ടില്ലേ? കണ്ടു. ആ മരമൂന്നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, എടി പുല്ലേ, എനിക്ക് മാപ്പ് പറയാൻ സൗകര്യമില്ല, നീ എന്ത് ചെയ്യുന്നു? ശരി ശരി. അതെ, ഈ മൊബൈൽ ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട. എന്ന് തരും? ഇപ്പൊ തരാല്ലോ. എവിടെയുള്ളത്? അയ്യോ, ഇന്ന് പറ്റില്ല. ഞാനിപ്പോ ഒരുപാട് ദൂരെ സംസാരിക്കുന്നേ. ഞാൻ എന്റെ സെർവന്റിനെ പറഞ്ഞു വിടാം. അത് വേണ്ട, നേരിട്ട് വന്നാ മതി. എനിക്കൊന്ന് കാണാമല്ലോ. തെറ്റിദ്ധരിക്കല്ലേ, ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒന്ന് കാണാൻ തോന്നിയെന്ന് മാത്രം. ആ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ കുട്ടിയുടെ പേര്? കാവേരി. കാവേരി? മറ്റേ പിശാചിന്റെ പേര് ഒരു പുഴയുടെയാ, ഗംഗ. ഓക്കെ, see you tomorrow. എടാ ഭയങ്കര, എന്തൊക്കെന്നാണ് നീ അവളോട് കാച്ചിയത്? ചുമ്മാ. ഏതായാലും നീ അവളോട് നേരിട്ട് വരാൻ പറഞ്ഞ നന്നായി. എനിക്കും കൂടി അവളെ ഒന്ന് കാണാമല്ലോ. അമ്മായിമ്മ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? നീ വണ്ടി എടുത്തേ കളികളാട്ടാ. വരന്മാര് ആവശ്യമുണ്ട്, ആശ്വാസം കണ്ടാൽ മാത്രം പ്രതിഫലം. ഇത് വേറെ പരസ്യമല്ലേ? ഇപ്പൊ തെറ്റി വായിച്ചെനിക്ക് ദൈവമേ. ഇത്തവണ മഴ നേരത്തെ എത്തും പാലക്കാട്. താൻ എന്താ ഈ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ? ആ പേപ്പറേ. സോറി സാബ്ജി. സി മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാമോ? ആ ശരി. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല. മാറിയിരുന്നേക്കാം. വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു. ആറന്മുള. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സാർ. എന്നാ കുറച്ച് സോപ്പ് കൊടുത്തേക്കടോ. എന്ത് സോപ്പാണ് സാർ? പറ്റിലെഴുതിക്കോളാം. തനിക്ക് ഇയാളെ മാറ്റി എടുത്ത് കുളിപ്പിച്ചു വിടറോ? ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. അങ്ങനെ മാറിക്കടോ. ഒട്ടി നിൽക്കാൻ വന്നിരിക്കുന്നു. കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? കോയി ബാത്ത് നഹീ. ഇപ്പോഴാ ഓർത്തത്, ബാത്റൂമിൽ പോയില്ല. ഓഹോ,